കേന്ദ്ര ലേബർ കോഡുകൾ ഭരണഘടനാപരമായ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നും ജസ്റ്റിസ് വി ഗോപാലഗൌഡ അധ്യക്ഷനായ സമിതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഫെഡറൽ ഭരണഘടനയിൽ തൊഴിൽ എന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമായതിനാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ അധികാരമുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: അധികാര പരിധി ഉപയോഗപ്പെടുത്തൽ. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ അധികാര പരിധിയിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണവും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനും സംസ്ഥാനത്തിന് അധികാരമുണ്ട്. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ. ലേബർ കോഡുകളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും തൊഴിലാളികൾക്ക് നൽകുന്ന നിയമങ്ങളും ചട്ടങ്ങളും സംസ്ഥാനത്തിന് രൂപീകരിക്കാം. ലേബർ കോഡുകൾ ഒരു മിനിമം ഫ്ലോർ അടിസ്ഥാന നിലവാരം മാത്രമാണെന്നും അതൊരു പരിധിയല്ലെന്നും റിപ്പോർട്ടിൽ അടിയന്തരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിൽ 4 ലേബർ കോഡുകളിലും വിവിധ വകുപ്പുകളിൽ വരുത്തേണ്ട ഭേദഗതി വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് തൊഴിൽ സുരക്ഷ കുറയ്ക്കുന്ന തരത്തിൽ ലേ ഓഫ്, പിരിച്ചുവിടൽ എന്നിവയ്ക്കുള്ള പരിധി 100-ൽ നിന്ന് 300-ആയി ഉയർത്തിയതിനെതിരെ 50 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ പോലും മുൻകൂർ അനുമതി നിർബന്ധമാക്കുന്ന നിയമം സംസ്ഥാനത്ത് കൊണ്ടുവരാം. വർക്കർ നിർവചനം. തൊഴിൽപരമായ ചൂഷണം തടയുവാൻ തൊഴിലാളികളുടെ നിർവചനം കൂടുതൽ സമഗ്രമാക്കുകയും വേതനം പരിധിയിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. സംസ്ഥാനതല നിയമങ്ങൾ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ആവശ്യമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുവാൻ സംസ്ഥാനത്തിന് കഴിയും. ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിലെ തൊഴിലാളി വിരുദ്ധമായിട്ട് കാര്യങ്ങളെ ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളിലൂടെയും നിയമനിർമ്മാണത്തിലൂടെയും ചെറുത്തു തോൽപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ തുടർച്ചയാണെന്ന് ആവർത്തിച്ച് പറയുന്ന UDF സർക്കാർ ഇക്കാര്യത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും ഇത് ബാധകമാണ്. അത് എഴുതിയിട്ടില്ല കേട്ടോ. ഇതിലെ 2026 മെയ് 8-ന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. കേരളത്തിൽ ചട്ടങ്ങൾ നിർമ്മിച്ചിട്ടില്ല. കേരള ഗവൺമെന്റ് എടുത്ത നിലപാടെന്ന് വെച്ചാൽ ഈ ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കേരളം മാത്രമാണ് ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ കേരളത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ 3-ാം ഭാഗം 22, 23, 24 എന്നീ ഇനങ്ങളിലെ പറയുന്നത് തൊഴിൽ കാര്യങ്ങളിലെ നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനോടൊപ്പം ലിസ്റ്റുകളുടെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ടെന്ന് അതിൽ പറയുകയാണ്. ഭരണഘടന 7-ാം ഷെഡ്യൂൾ 3-ാം ഭാഗത്ത് 22, 23, 24 പാർലമെന്റിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനും നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം ഉണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്.